ഇത് കേരളത്തിലെ ട്രഡീഷണൽ ഞങ്ങളുടെയൊക്കെ അത് കൊച്ചിക്കാരുടെ കോട്ടയംകാരുടെയൊക്കെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ. കപ്പ അഥവാ ഞങ്ങൾ കപ്പ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇത് ടാപ്പിയോക്ക അതിനെ സ്റ്റീം ചെയ്തിട്ട് ഉപ്പിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ സീവ് ഔട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ പാത്രത്തിലേക്ക് ഇടും. എന്നിട്ട് പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ഇടിയൻ അല്ലെങ്കിൽ മിക്സിയിൽ അങ്ങനെ ആരും അല്ലെങ്കിൽ നമ്മുടെ അമ്മിക്കല്ല് പോലത്തെ അതുണ്ട് കേട്ടോ അരയ്ക്കണ സാധനം. അപ്പോൾ അതിനകത്ത് ചെറിയ ഉള്ളി, അത് ഷാലറ്റ്സ്, പിന്നെ ബേർഡ്സ് ഐ എന്ന് പറയും, അതായത് എന്താണ് പറയുക, കാന്താരി മുളക്, അതും ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ നല്ലോണം അരച്ച് ഇടിച്ചിട്ട് അതാണ് കേട്ടോ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യുന്നത്. ടേസ്റ്റി എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ ഷുഗറൊക്കെ ഉള്ളവരിത് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പൈക്കിങ് ഷുഗറിനാണ് ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മാൽദീവ്സിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ആകെ അന്വേഷിക്കുന്നത് ഇത് കിട്ടുമെന്ന്. പക്ഷെ ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരമായ ചായക്ക് അതായത് നമ്മളിങ്ങനെ സ്റ്റീം ചെയ്തിട്ട് കപ്പ കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റീം ചെയ്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി സ്റ്റീം ചെയ്തിട്ട് വെള്ളം കളഞ്ഞിട്ട് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും ഒക്കെ കൂടി ഒന്ന് ചതച്ച്, ഉള്ളിയൊക്കെ കൂടി ചതച്ച് അതിനെ ഒന്ന് കടുക് വറുത്തിട്ട് അതിനകത്തേക്ക് അരപ്പിട്ട് വേവിച്ച കപ്പ, വെള്ളം മാറ്റി വെച്ച കപ്പ അതിനകത്തേക്കിട്ട് ഉണ്ടാക്കും കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെയാണ്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കറിയൊന്നും വേണ്ടല്ലോ. ഇതിങ്ങനെ ഈ ഒരു ചമ്മന്തി ധാരാളം പിന്നെ കപ്പ ഇങ്ങനെ മുക്കി തിന്നും, ഭയങ്കര ടേസ്റ്റാണ്. ഇച്ചിരി കട്ടൻ ചായ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. കാപ്പിയേക്കാളും എനിക്കിഷ്ടം ചായ കൂട്ടി കഴിക്കാനാണ് കേട്ടോ. പിന്നെന്താണ്, അപ്പോൾ ഇത് ഉണക്കി ആൾക്കാർ സൂക്ഷിച്ച് വയ്ക്കും കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഇതിൻ്റെ ഒത്തിരി എല്ലാ വീടുകളിലും കൃഷിയുണ്ട്. അത്യാവശ്യം ഒരു വീട്ടിലേക്ക് പറിച്ചെടുക്കാനുള്ള കപ്പ അത്യാവശ്യം വിലയൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിനകത്തേക്ക് ഇടിച്ച് ഉള്ളിയും കാന്താരിമുളക് ഞാൻ താമസിക്കുന്ന വീട്ടിലുണ്ടായ ഒരു കാന്താരിക്കൊടി ഇലയാണ്. നിറയെ ചുമന്ന് ഉണ്ടായിരുന്നു. വന്ന ദിവസം തൊട്ട് പൊട്ടിക്കാൻ തുടങ്ങിയതാണ്ട് ഒന്നും തീരാറായി. അപ്പം നാളത്തേക്ക് ഇതുപോലെ ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക്, ഇതൊക്കെ എൻ്റെ ഫേവററ്റ് ഡിഷസാണ്. അപ്പോൾ കപ്പപ്പുഴുക്കിനൊക്കെ നമുക്ക് മീൻ കറിയോ ഇറച്ചിക്കറിയോ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. ഇപ്പം ഇതിനാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉള്ളിമുളക് ഇടിച്ച് ചമ്മന്തി മതിയേ. അങ്ങനെ പറയാം, ഉള്ളിമുളക് ഇടിച്ച ചമ്മന്തി എന്നാണ് ഇതിന് പറയണേ. അതിങ്ങനെ ഇടിനകത്ത് തന്നെ ഇടിച്ച് പച്ചവെളിച്ചെണ്ണ ഉപ്പും കൂടി തിരുമ്മി തന്നെ കഴിക്കണം. അല്ലാണ്ട് മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടുകയില്ല. വാ, കട്ടൻ ചായ, കപ്പ, ഉള്ളി ചമ്മന്തി, വേറെ എന്ത് വേണം മക്കളെ, അടിപൊളി, ഒന്നും പറയാനില്ല.